ഇന്ന് നമുക്കൊരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് നമ്മളിവിടെ എന്താ പറയുക, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പോൾ ഒരു ഗസ്റ്റ് ഇപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വന്നെന്ന് വെച്ചോ. ഇപ്പോൾ നമ്മൾ രാവിലെ വന്നെന്ന് വെച്ചാൽ നമുക്ക് ഒന്നെങ്കിൽ ചായ വല്ലതും കൊടുക്കാം. ഇപ്പോൾ വൈകിട്ട് വന്നാലും ചായ കൊടുക്കാം. അതേ സമയത്ത് ഉച്ചയ്ക്ക് വല്ലതും കയറി വന്നാൽ നമുക്ക് ചായ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ആ സമയത്ത് നമുക്കൊന്ന് തണുപ്പിച്ച് കൊടുക്കാനായിട്ട് നല്ലൊരു ഡ്രിങ്ക് വേണം കൊടുക്കാൻ. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു ആപ്പിൾ നമ്മളത് 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനും പീസാക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകെ കസ്കസ് വേണം. അതുപോലെ തന്നെ പാല് വേണം. അത് ചൂടാക്കി തിളപ്പിച്ചാറ്റിയ പാലാണ്. പിന്നെ മിൽക്ക് മെയ്ഡ്. ഓക്കെ, അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം. കമാൺ. അത് തന്നെ. അപ്പോൾ ആപ്പിൾ എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട്, ഏറ്റവും ചെറിയ കഷ്ണമാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ കുടിക്കുമ്പോഴത്തേക്കിന് ഈ വായിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങൾ പോകുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കടിച്ച് അരച്ചകത്തോട്ടിടാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ പൈനാപ്പിൾ ജ്യൂസ് പാളിപ്പോയതുപോലൊന്നും ആയിരിക്കത്തില്ല. ഇത് അത്യാവശ്യം നല്ല എന്താ പറയുക, ഒരു കൊച്ചു കുട്ടികൾ മുതൽ അത്യാവശ്യം മുതിർന്നവർക്ക് വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. പിന്നെ ഒരു ഉച്ച സമയത്ത്, നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ പാല് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഹെൽത്തിയാണ് ആപ്പിൾ അങ്ങനെയുള്ള സാധനം. അപ്പം ഇവിടെ ആപ്പിൾ എടുക്കാൻ കാരണം വീട്ടിൽ ആപ്പിൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്താ പറയുക, ഏത്തപ്പഴം, അതുപോലെ തന്നെ എന്താ പറയുക, മാതളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. പൈനാപ്പിൾ യൂസ് ചെയ്യരുത് കേട്ടോ. കാരണം ഒന്ന് പരീക്ഷിച്ച് നല്ല പണി കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൈനാപ്പിൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. അപ്പം ആപ്പിൾ നല്ല കുനുകുനാന്നരിഞ്ഞ് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അത് അത്യാവശ്യം ചെറിയ പീസായിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം ഈ ആപ്പിളിൻ്റെ കൂടെ അടുത്ത വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളുടെ ലിസ്റ്റെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിത് എങ്ങനെ മേക്ക് ചെയ്യാമെന്നുള്ളത് കാണാം. അപ്പോൾ നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് ആദ്യമേ മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണ്. മിൽക്ക് മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു വിടുവാണ്. അപ്പം 2 ടേബിൾ സ്പൂൺ അളവെന്ന് പറയുന്നത് എത്രമാത്രം ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അതിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചോ. ഒരുപാടായി കഴിഞ്ഞുണ്ടല്ലോ വല്ലാത്തൊരു ടേസ്റ്റ് ആയിപ്പോവും, നമ്മുടെ തല ചകിടിച്ച് പോകുന്ന ടേസ്റ്റ് ആയിപ്പോവും. കാരണം ഇതിൻ്റെ മധുരം എല്ലാം കൂടെ ആയി കഴിയുമ്പോഴത്തുണ്ടല്ലോ ആകപ്പാടെ വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ. അതിനുശേഷം കസ്കസ്, നമ്മൾ നേരത്തെ വെള്ളത്തിൽ അലിയിപ്പിച്ച് വെച്ചിട്ടുള്ള കസ്കസ്, അതും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3-4 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അത്യാവശ്യം ഇത് ഒത്തിരി അലുത്തിട്ടില്ല, നല്ലപോലെ അലുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം ആ ഒരു എന്താ പറയുക, നമ്മൾ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക, കസ്കസ് തടയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പം അതുപോലെ ആവശ്യത്തിനനുസരിച്ച് ഒരു 3-4 അല്ലെങ്കിൽ 5-6 സ്പൂൺ ചേർത്ത് കൊടുക്കുക. കസ്കസ് നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കുക. കസ്കസ് ചേർക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരാനില്ല. അപ്പം അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ആപ്പിൾ മുഴുവനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് മാത്രമേ നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ആപ്പിൾ മാത്രമേ നമ്മൾ ഇതിനകത്തോട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി വരുന്ന ആപ്പിൾ ഞങ്ങൾ 2 കൂടെ എടുത്ത് കഴിച്ചു. അപ്പം കുറച്ച് ആപ്പിൾ എടുത്ത് അതിലേക്ക് ഫില്ല് ചെയ്തു. അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് ആറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാലാണ് കേട്ടോ. ആ പാല് കുറേശ്ശെയായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പാല് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ചുള്ള പാലെടുക്കുക എന്നുള്ളത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റുകൾ എത്രത്തോളം വരുന്നോ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പാലും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ സ്പൂണിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണം. കാരണം താഴെ മിൽക്ക് മെയ്ഡ് ഒന്ന് അലുത്തി കിട്ടാൻ ഇച്ചിരി പാടാം. അപ്പം ഈ മിൽക്ക് മെയ്ഡ് നല്ലപോലെ അലുക്കുന്നത് വരെ നല്ലപോലെ ഒന്ന് സ്പൂണിട്ട് ഇളക്കി കൊടുക്കണം. എൻ്റെ ഈ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നത്, അതുകൊണ്ട് ക്ഷമിക്കുക. അപ്പം നല്ലപോലെ സ്പൂണിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ, അവൻ ടേസ്റ്റ് ഉണ്ട്, കാര്യമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. മുഖത്ത് വലിയ ഭാവവ്യത്യാസങ്ങളൊന്നും ഇല്ല. അപ്പം അത്യാവശ്യം നല്ല ഐറ്റം തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും.